അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങളിൽ ഒന്നാണ് സ്വതക്ക. പണം മാത്രമല്ല സ്വതക്ക, വസ്തുക്കളും സേവനങ്ങളും തുടങ്ങി പുഞ്ചിരി വരെ സ്വതക്കയിൽപ്പെടും. നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചാണ് നാം ചിലവഴിക്കുന്നത് എങ്കിൽ അത് ഒരു നല്ല സ്വതക്ക തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദി സുഫ്ല. മുകളിലുള്ള കൈയാണ് താഴത്തേതിനേക്കാൾ ഉത്തമം. അതായത് സ്വതക്ക വാങ്ങുന്നതിനേക്കാൾ അത് കൊടുക്കലാണ് കൂടുതൽ ഹൈറ്. ഞാൻ ഒരു കഥ പറയാം. ഒരിക്കൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ തനിക്കും തൻ്റെ കുടുംബത്തിനും നോമ്പു തുറക്കാൻ ഒന്നും ലഭിക്കാത്തതിനാൽ ആ നാട്ടിലെ ഒരു ധനികൻ്റെ അടുത്ത് ചെന്ന് ഒരു ദിർഹം കടം ചോദിച്ചു. പക്ഷേ അയാൾ ആ പാവത്തിന് അത് നൽകിയില്ല. അയാൾ ഒരു ജൂതൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സലിഞ്ഞ് ആ ജൂതൻ 10 ദിർഹമാണ് ആ പാവത്തിന് നൽകിയത്. അന്ന് രാത്രി ആ ധനികൻ ഒരു സ്വപ്നം കണ്ടു. ഖിയാമത്ത് നാളായിരിക്കുന്നു. ദാഹിച്ച് വിളഞ്ഞ് നെട്ടോട്ടമോടിയപ്പോൾ അതാ കാണുന്നു ഒരു സുന്ദരമായ കൊട്ടാരം. അവിടേക്ക് ഓടിച്ചെന്ന് ഇത്തിരി വെള്ളം തരുമോ, ഇത്തിരി വെള്ളം തരുമോ എന്ന് അപേക്ഷിച്ചപ്പോൾ ഒരു വിളിയാളം, ഓ മനുഷ്യ, ഇന്നലെ വരെ ഈ കൊട്ടാരം നിന്റേതായിരുന്നു, പക്ഷേ ഇന്ന് ഇത് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് നിന്റെ അയൽവാസിയായ ആ ജൂതൻ്റേതാണ്. ഇന്നലെ നീ മടക്കിവിട്ട ആ പാവത്തിന് 10 ദിർഹം കൊടുത്ത് ആ ജൂതൻ ഇത് കരസ്ഥമാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ജൂതനാണ് അല്ലാഹു ഈ സൗഭാഗ്യം നൽകിയത് എങ്കിൽ നമുക്കെല്ലാം എന്തെല്ലാമാണ് അല്ലാഹു തആല നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. അല്ലാഹുവേ, ഈ പുണ്യ റമളാൻ മാസത്തിൽ നീ നൽകിയതിൽ നിന്നും നിന്റെ മാർഗത്തിൽ ചിലവഴിച്ച് പുണ്യം കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ നാഥാ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.